ഓം ശാന്തി. 19/2/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ വിശേഷിച്ച് ഭാരതത്തിലും പൊതുവായി മുഴുവൻ ലോകത്തിലും ബൃഹസ്പതി ദശ ആകേണ്ടതുണ്ട്. ബാബ കുട്ടികളായ നിങ്ങളിലൂടെ ഭാരതത്തെ സുഖധാമം ആക്കിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം: 16 കല സമ്പൂർണം ആകുന്നതിനായി കുട്ടികളായ നിങ്ങൾ ഏതൊരു പുരുഷാർത്ഥമാണ് ചെയ്യുന്നത്? ഉത്തരം: യോഗബലം ശേഖരിക്കുന്നതിൻ്റെ. യോഗബലത്തിലൂടെ നിങ്ങൾ 16 കല സമ്പൂർണം ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിനു വേണ്ടി ബാബ പറയുന്നു, ദാനം നൽകൂ, എങ്കിൽ ഗ്രഹണം മാറും. കാമവികാരം വീഴ്ത്തുന്ന ഒന്നാണ്. ഇതിനെ ദാനം ചെയ്യൂ, എങ്കിൽ നിങ്ങൾ 16 കല സമ്പൂർണമായി മാറും. ദേഹാഭിമാനം ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയാകൂ. ശരീരത്തിൻ്റെ ബോധം ഉപേക്ഷിക്കൂ. ഗീതം. നീ മാതാവും പിതാവും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ തൻ്റെ ആത്മീയ പിതാവിൻ്റെ മഹിമ കേട്ടു. അവർ പാടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ പ്രാക്ടിക്കലിൽ ആ ബാബയുടെ സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ബാബ നമ്മളിലൂടെ തന്നെയാണ് ഭാരതത്തെ സുഖധാമമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആരിലൂടെയാണോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, തീർച്ചയായും അവർ തന്നെ സുഖധാമത്തിൻ്റെ അധികാരിയാകും. കുട്ടികൾക്കാണെങ്കിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ബാബയുടെ മഹിമ അപരമപാരമാണ്. ആ ഒന്നിൽ നിന്നും നമ്മൾ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങളിലെന്നല്ല, മുഴുവൻ ലോകത്തിലും ഇപ്പോൾ ബൃഹസ്പതിയുടെ അവിനാശി ദശയാണ്. ഇപ്പോൾ ബ്രാഹ്മണരായ നിങ്ങൾ തന്നെയാണ് അറിയുന്നത്. വിശേഷിച്ച് ഭാരതത്തിലും പൊതുവായി മുഴുവൻ ലോകത്തിലും ഇപ്പോൾ ബൃഹസ്പതി ദശ ആകേണ്ടതുണ്ട്. കാരണം നിങ്ങളിപ്പോൾ 16 കല സമ്പൂർണമാകുന്നു. ഈ സമയം ഒരു കലയുമില്ല. കുട്ടികൾക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കേണ്ടതാണ്. ഇവിടെ സന്തോഷമുണ്ടായിരിക്കുകയും പുറത്തു പോകുമ്പോൾ മറഞ്ഞു പോവുകയും ചെയ്യുക എന്നത് പാടില്ല. ആരുടെ മഹിമയാണോ പാടുന്നത്, ആ ഒന്ന് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഹാജരാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, 5000 വർഷങ്ങൾക്ക് മുമ്പും നിങ്ങൾക്ക് രാജപദവി നൽകിയ ശേഷം പോയിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണും, പതുക്കെ പതുക്കെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെയും സ്ലോഗൻ വന്നുകൊണ്ടിരിക്കും. ഇതുപോലെ ഇന്ദിരാഗാന്ധി പറയുമായിരുന്നു, ഒരു ധർമ്മം, ഒരു ഭാഷ, ഒരു രാജധാനി ഉണ്ടാകണം എന്ന്. അവരിലും ആത്മാവാണല്ലോ പറയുന്നത്. ആത്മാവിനറിയാം, തീർച്ചയായും ഭാരതത്തിൽ ഒരു രാജധാനി ഉണ്ടായിരുന്നു. അതിപ്പോൾ മുന്നിൽ നിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും മുഴുവൻ ഇല്ലാതാകാം എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും പുതിയ കാര്യമല്ല. ഭാരതത്തിന് വീണ്ടും 16 കല സമ്പൂർണം തീർച്ചയായും ആകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ യോഗബലത്തിലൂടെ 16 കല സമ്പൂർണം ആയിക്കൊണ്ടിരിക്കുന്നു. ദാനം നൽകൂ, എങ്കിൽ ഗ്രഹണം മാറും എന്ന് പറയുന്നുണ്ടല്ലോ. ബാബയും പറയുന്നു, വികാരങ്ങളുടെയും അവഗുണങ്ങളുടെയും ദാനം നൽകൂ. ഇത് രാവണ രാജ്യമാണ്. ബാബ വന്ന് ഇതിൽ നിന്നും മോചിപ്പിക്കുന്നു. ഇതിലും കാമവികാരമാണ് വളരെ ഭാരിച്ച അവഗുണം. നിങ്ങൾ ദേഹാഭിമാനി ആയിരിക്കുന്നു. ഇപ്പോൾ ദേഹി അഭിമാനി ആകേണ്ടി വരും. ശരീരത്തിൻ്റെ ബോധവും ഉപേക്ഷിക്കേണ്ടി വരും. ഈ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ലോകം അറിയുന്നില്ല. ഭാരതം 16 കല സമ്പൂർണമായിരുന്നു. സമ്പൂർണ്ണ ദേവതമാരുടെ രാജ്യമായിരുന്നു. ഇപ്പോൾ ഗ്രഹണം ബാധിച്ചിരിക്കുന്നു. ഈ ലക്ഷ്മി നാരായണൻ്റെ രാജധാനി ഉണ്ടായിരുന്നല്ലോ. ഭാരതം സ്വർഗമായിരുന്നു. ഇപ്പോൾ വികാരങ്ങളുടെ ഗ്രഹണം ബാധിച്ചിരിക്കുന്നു. അതിനാൽ ബാബ പറയുന്നു, ദാനം നൽകൂ, എങ്കിൽ ഗ്രഹണം മാറും.
ഈ കാമവികാരം തന്നെയാണ് വീഴ്ത്തുന്ന ഒന്ന്. അതിനാൽ ബാബ പറയുന്നു, ഇത് ദാനം ചെയ്യൂ, എങ്കിൽ നിങ്ങൾ 16 കല ആയി മാറും. ദാനം നൽകിയില്ലെങ്കിൽ ആവുകയില്ല. ആത്മാക്കൾക്ക് തങ്ങളുടേതായ പാർട്ട് ലഭിച്ചിട്ടുണ്ടല്ലോ. ഇതും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നിങ്ങളുടെ ആത്മാവിൽ എത്ര പാർട്ടുണ്ട്? നിങ്ങൾ വിശ്വത്തിൻ്റെ രാജ്യഭാഗ്യം നേടുന്നു. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. അളവറ്റ ആക്ടേഴ്സ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ക്ലാസ് ആക്ടേഴ്സാണ് ഈ ലക്ഷ്മി നാരായണൻ. ഇവരുടേത് നമ്പർ 1 പാർട്ടാണ്. വിഷ്ണു തന്നെയാണ് ബ്രഹ്മ സരസ്വതി, പിന്നെ ബ്രഹ്മ സരസ്വതി തന്നെയാണ് വിഷ്ണു ആകുന്നത്. ഇവർ 84 ജന്മങ്ങൾ എങ്ങനെ എടുക്കുന്നു? മുഴുവൻ ചക്രവും ബുദ്ധിയിൽ വരുന്നു. ശാസ്ത്രം പഠിക്കുന്നതിലൂടെ ആരെങ്കിലും മനസ്സിലാക്കുന്നതൊന്നുമില്ല. അവരാണെങ്കിൽ കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ 1,00,000 വർഷങ്ങൾ എന്ന് പറയുന്നു. പിന്നെ സ്വസ്തികയും ഉണ്ടാവുക സാധ്യമല്ല. വ്യാപാരിമാർ കണക്ക് പുസ്തകം എഴുതുമ്പോൾ അതിൽ സ്വസ്തിക വരയ്ക്കുന്നു, ഗണപതിയുടെ പൂജ ചെയ്യുന്നു. ഇതാണ് പരിധിയില്ലാത്ത കണക്ക് പുസ്തകം. സ്വസ്തികയിൽ 4 ഭാഗങ്ങളുണ്ട്. ജഗന്നാഥപുരിയിൽ അരിയുടെ പാത്രം വെച്ച് അത് പാകമാകുമ്പോൾ 4 ഭാഗമാകുന്നു. അവിടെ ചോറാണ് ഭോഗർപ്പിക്കുന്നത്. കാരണം അവിടെ അരി ധാരാളം ഭക്ഷിക്കുന്നു. ശ്രീനാഥ ക്ഷേത്രത്തിൽ അരിയല്ല ഉണ്ടായിരിക്കുന്നത്. അവിടെയാണെങ്കിൽ യഥാർത്ഥ നെയ്യിൽ പാകമാക്കിയ സാധനങ്ങളാണ് തയ്യാറാക്കുന്നത്. ഭോജനം ഉണ്ടാക്കുമ്പോൾ ശുദ്ധിയോടെ വായ് മൂടിയാണ് ഉണ്ടാക്കുന്നത്. പ്രസാദം വളരെ പ്രൗഢിയോടെ കൊണ്ടുപോകുന്നു. ഭോഗർപ്പിച്ചത് പിന്നെ വഴികാട്ടികൾക്ക് ലഭിക്കുന്നു. കടകളിൽ കൊണ്ടുപോയി വയ്ക്കുന്നു. അവിടെ വളരെയധികം ആൾ തിരക്കുണ്ടായിരിക്കും. ബാബ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളായ നിങ്ങളെ ആരാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മോസ്റ്റ് ബിലവഡായ ബാബ വന്ന് നിങ്ങളുടെ സെർവൻ്റ് ആയിരിക്കുന്നു, നിങ്ങളുടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും ലഹരി കയറുന്നുണ്ടോ? ആത്മാക്കളായ നമ്മളെ ബാബയാണ് പഠിപ്പിക്കുന്നത്. ആത്മാവ് തന്നെയാണ് സർവ്വതും ചെയ്യുന്നത്. മനുഷ്യർ പിന്നെ പറയുന്നു ആത്മാവ് നിർലേപമാണ്. നിങ്ങൾക്കറിയാം, ആത്മാവിൽ 84 ജന്മങ്ങളുടെ അവിനാശി പാർട്ട് അടങ്ങിയിരിക്കുന്നു. അതിനെ പിന്നെ നിർലേപം എന്ന് പറയുന്നത് എത്ര രാപ്പകലിൻ്റെ വ്യത്യാസമായി പോകുന്നു. ഇവയെല്ലാം ആരെങ്കിലും 1-1.5 മാസമോ നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പോയിന്റ്സ് ബുദ്ധിയിൽ ഇരിക്കുകയുള്ളൂ. ദിനം പ്രതിദിനം പോയിന്റ്സ് ആണെങ്കിൽ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കസ്തൂരി പോലെയാണ്. കുട്ടികൾക്ക് എപ്പോഴാണോ പൂർണ്ണമായും നിശ്ചയം വരുന്നത്, അപ്പോൾ പിന്നെ മനസ്സിലാക്കുന്നു തീർച്ചയായും പരംപിത പരമാത്മാവ് തന്നെയാണ് വന്ന് ദുർഗതിയിൽ നിന്നും സദ്ഗതി ചെയ്യുന്നത്. ബാബു പറയുന്നു, നിങ്ങളിൽ ഇപ്പോൾ ബൃഹസ്പതിയുടെ ദശയാണ്. ഞാൻ നിങ്ങളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കി. പിന്നെ രാവണൻ രാഹുവിൻ്റെ ദശയാക്കി. ഇപ്പോൾ വീണ്ടും ബാബ വന്നിരിക്കുന്നു സ്വർഗത്തിൻ്റെ അധികാരിയാക്കുവാൻ. അതിനാൽ സ്വയം തനിക്ക് നഷ്ടം വരുത്തുവാൻ പാടില്ല. വ്യാപാരികൾ തങ്ങളുടെ കണക്ക് എപ്പോഴും ശരിയാക്കി വയ്ക്കുന്നു. നഷ്ടമുണ്ടാക്കുന്നവരെ അവലക്ഷണം പിടിച്ചവർ എന്ന് പറയുന്നു. ഇപ്പോൾ ഇത് ഏറ്റവും വലിയ വ്യാപാരമാണ്. വ്യാപാരികൾ ഈ വ്യാപാരം ചെയ്യുന്നത് വിരളമാണ്. ഇത് അവിനാശി വ്യാപാരമാണ്. മറ്റെല്ലാ വ്യാപാരവും മണ്ണിനോട് ചേരാൻ പോകുന്നവയാണ്. ഇപ്പോൾ നിങ്ങളുടെ സത്യമായ വ്യാപാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, കരാറുകാരനാണ്, രത്നാകരനാണ്. എക്സിബിഷനിൽ നോക്കൂ, എത്ര പേരാണ് വരുന്നത്. സെൻറ്ററിൽ ആരെങ്കിലും വരുന്നത് പ്രയാസമാണ്. ഭാരതമാണെങ്കിൽ വളരെയധികം നീണ്ടു പരന്നതാണല്ലോ, വിസ്തൃതമാണല്ലോ. എല്ലാ സ്ഥാനത്തും നിങ്ങൾക്ക് പോകേണ്ടതുണ്ട്. ജലത്തിൻ്റെ ഗംഗ മുഴുവൻ ഭാരതത്തിലുമുണ്ടല്ലോ. ഇതും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും.
പതീത പാവനൻ ജലത്തിൻ്റെ ഗംഗയൊന്നുമല്ല. ജ്ഞാനഗംഗകളായ നിങ്ങൾക്ക് പോകേണ്ടി വരും. 4 ഭാഗത്തും മേളയും എക്സിബിഷനും നടന്നുകൊണ്ടിരിക്കും. ദിനം പ്രതിദിനം ചിത്രങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ശോഭനീയമായ ചിത്രങ്ങൾ ഉണ്ടാകണം. അത് കാണുമ്പോൾ തന്നെ രസം ഉണ്ടാകണം. ഇവർ ശരിയാണ് മനസ്സിലാക്കിക്കുന്നത്. ഇപ്പോൾ ലക്ഷ്മി നാരായണൻ്റെ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ഏണിപ്പടിയുടെ ചിത്രവും ഫസ്റ്റ് ക്ലാസ് ആണ്. ഇപ്പോൾ ബ്രാഹ്മണ ധർമ്മത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ബ്രാഹ്മണർ തന്നെ പിന്നെ ദേവതയാകുന്നു. നിങ്ങൾ ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹൃദയത്തിനുള്ളിൽ സ്വയം തന്നോട് ചോദിച്ചുകൊണ്ടിരിക്കൂ, എന്നിൽ ഏതെങ്കിലും ചെറുതോ വലുതോ ആയ മുള്ളില്ലല്ലോ, കാമത്തിൻ്റെ മുള്ളില്ലല്ലോ. ക്രോധത്തിൻ്റെ ചെറിയ മുള്ളും വളരെ മോശമായതാണ്. ദേവതമാർ ക്രോധികളല്ല. ശങ്കരൻ്റെ കണ്ണു തുറക്കുമ്പോൾ വിനാശമുണ്ടാകുന്നു എന്ന് കാണിക്കുന്നു. ഇതും ഒരു കളങ്കം ചാർത്തിയിരിക്കുന്നതാണ്. വിനാശം സംഭവിക്കുക തന്നെ വേണം. സൂക്ഷ്മവദനത്തിൽ ശങ്കരന് സർപ്പമോ മറ്റോ ഉണ്ടാവുക സാധ്യമല്ല. സൂക്ഷ്മവദനത്തിലും മൂലവദനത്തിലും ഉപവനമോ പൂന്തോട്ടമോ സർപ്പമോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. ഇതെല്ലാം ഇവിടെയാണുള്ളത്. സ്വർഗവും ഇവിടെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സമയം മനുഷ്യർ മുള്ളുകളെ പോലെയാണ്. അതിനാൽ ഇതിനെ മുള്ളുകളുടെ കാട് എന്ന് പറയുന്നു. സത്യയുഗമാണ് പുഷ്പങ്ങളുടെ പൂന്തോട്ടം. ബാബ എങ്ങനെയാണ് പൂന്തോട്ടം തയ്യാറാക്കുന്നത് എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആണ് ഉണ്ടാക്കുന്നത്. സർവരെയും സുന്ദരമാക്കുന്നു. സ്വയവും സദാ സുന്ദരമാണ്. എല്ലാ പ്രിയതമമാരെയും അഥവാ കുട്ടികളെയും സുന്ദരമാക്കുന്നു. രാവണൻ തീർത്തും കറുപ്പാക്കി മാറ്റി. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണം. നമ്മളിൽ ബൃഹസ്പതി ദശ വന്നിരിക്കുകയാണ്. പകുതി സമയം സുഖവും പകുതി സമയം ദുഃഖവുമാണെങ്കിൽ അതിലൂടെ എന്ത് നേട്ടമാണുള്ളത്? അങ്ങനെയല്ല. 3/4 ഭാഗം സുഖം, 1/4 ഭാഗം ദുഃഖമാണ്. ഈ ഡ്രാമ തയ്യാറാക്കപ്പെട്ടതാണ്. വളരെ പേർ ചോദിക്കുന്നു, ഡ്രാമ ഇങ്ങനെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് അനാദിയാണല്ലോ, എന്തുകൊണ്ട് ഉണ്ടായി എന്ന ചോദ്യം ഉയരുക സാധ്യമല്ല. ഈ അനാദി അവിനാശിയായ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടത് നടന്നുകൊണ്ടിരിക്കുന്നു. ആർക്കും മോക്ഷം ലഭിക്കുക സാധ്യമല്ല. ഈ സൃഷ്ടി അനാദിയായി തുടർന്നു വരുന്നു, തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പ്രളയം ഉണ്ടാകുന്നില്ല. ബാബ പുതിയ ലോകമുണ്ടാക്കുന്നു. എന്നാൽ അതിൽ എത്ര സാധ്യതകളാണുള്ളത്? മനുഷ്യർ പതീതവും ദുഃഖിതരുമാകുമ്പോൾ വിളിക്കുന്നു. ബാബ വന്ന് എല്ലാവരുടെയും ശരീരം കൽപ്പതരു ആക്കുന്നു. അതായത് പുനർജീവനം നടത്തുന്നു. അതിലൂടെ പകുതി കൽപ്പം നിങ്ങൾക്ക് ഒരിക്കലും അകാല മൃത്യു ഉണ്ടാവുകയില്ല. നിങ്ങൾ കാലത്തിൻ്റെ മേൽ ജയം നേടുന്നു. കുട്ടികൾ വളരെയധികം പുരുഷാർത്ഥം ചെയ്യണം. എത്ര ഉയർന്ന പദവി നേടുമോ അത്രയും നല്ലതാണ്. പുരുഷാർത്ഥമാകട്ടെ ഓരോരുത്തരും കൂടുതൽ സമ്പാദിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നു. മരപ്പണി ചെയ്യുന്നവരും പറയും നമ്മൾ കൂടുതൽ സമ്പാദിക്കട്ടെ എന്ന്. ചിലർ ചതിവിലൂടെയും സമ്പാദിക്കുന്നു. ധനത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ് ആപത്തുള്ളത്. അവിടെയാണെങ്കിൽ നിങ്ങളുടെ ധനം ആർക്കും കൊള്ളയടിക്കുവാൻ സാധിക്കില്ല. നോക്കൂ, ലോകത്തിൽ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇങ്ങനെയുള്ള ദുഃഖത്തിൻ്റെ ഒരു കാര്യവും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ബാബയിൽ നിന്നും എത്ര സമ്പത്ത് നേടുന്നു? തൻ്റെ പരിശോധന നടത്തണം. നമ്മൾ സ്വർഗത്തിൽ പോകാൻ യോഗ്യരാണോ? നാരദൻ്റെ ഉദാഹരണമുണ്ട്. മനുഷ്യർ അനേകം തീർത്ഥാടനങ്ങളും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഗീതവുമുണ്ടല്ലോ, 4 ഭാഗത്തും ചുറ്റിത്തിരിഞ്ഞു, പക്ഷേ
ഓരോ നിമിഷവും അകന്നിരുന്നു എന്ന്. ഇപ്പോൾ ബാബ നിങ്ങൾക്ക് എത്ര നല്ല യാത്ര പഠിപ്പിക്കുന്നു. ഇതിൽ ഒരു പ്രയാസവുമില്ല. ബാബ കേവലം പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. വളരെ നല്ല യുക്തി കേൾപ്പിക്കുന്നു. കുട്ടികൾ കേൾക്കുന്നു. ഇത് ഞാൻ ലോൺ എടുത്തിരിക്കുന്ന ശരീരമാണ്. ഈ ബാബയ്ക്ക്, അതായത് ബ്രഹ്മാവിന് എത്ര സന്തോഷമുണ്ടാകുന്നു. ഞാൻ ബാബയ്ക്ക് ശരീരം ലോണായി നൽകിയിരിക്കുന്നു. ബാബ എന്നെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. പേര് തന്നെ ഭാഗീരഥൻ എന്നാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ രാമപുരിയിലേക്ക് പോകുന്നതിനായി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പൂർണ്ണമായും പുരുഷാർത്ഥത്തിൽ മുഴുകേണ്ടതാണ്. എന്തിന് മുള്ളാകണം? നിങ്ങൾ ബ്രാഹ്മണികളാണ്. സർവ്വതിൻ്റെയും ആധാരം മുരളിയുടെ മേലാണ്. മുരളി നിങ്ങൾക്ക് ലഭിക്കുകയില്ലെങ്കിൽ നിങ്ങൾ ശ്രീമത് എവിടെ നിന്ന് കൊണ്ടുവരും? ഒരു ബ്രാഹ്മണിക്ക് മാത്രമേ മുരളി കേൾപ്പിക്കാവൂ എന്നൊന്നുമില്ല. ആർക്കും മുരളി പഠിച്ച് കേൾപ്പിക്കുവാൻ സാധിക്കും. ഇന്ന് നിങ്ങൾ കേൾപ്പിക്കൂ എന്ന് പറയണം. ഇപ്പോഴാണെങ്കിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനായി എക്സിബിഷൻ്റെ നല്ല ചിത്രങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഈ മുഖ്യ ചിത്രങ്ങൾ തൻ്റെ കടയിൽ വയ്ക്കൂ. വളരെ പേരുടെ മംഗളമുണ്ടാകും. പറയൂ, വരൂ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരാം ഈ സൃഷ്ടിചക്രം എങ്ങനെയാണ് തിരിയുന്നത്. ആരുടെയെങ്കിലും മംഗളത്തിനു വേണ്ടി അല്പം സമയം പോയെങ്കിൽ കുഴപ്പമില്ല. ആ വ്യാപാരത്തോടൊപ്പം ഈ വ്യാപാരവും ചെയ്യിക്കാൻ സാധിക്കും. ഇത് ബാബയുടെ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ കടയാണ്. നമ്പർ 1 ആണ് ഏണിപ്പടിയുടെ ചിത്രം. ഗീതയുടെ ഭഗവാൻ ശിവനാണ് എന്ന ചിത്രം. ഭാരതത്തിൽ ശിവഭഗവാൻ വന്നിരുന്നു. ആ ഒന്നിൻ്റെ ജയന്തി ആഘോഷിക്കുന്നു. ഇപ്പോൾ വീണ്ടും ആ ബാബ വന്നിരിക്കുന്നു. യജ്ഞവും രചിക്കപ്പെട്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് രാജയോഗത്തിൻ്റെ ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ തന്നെയാണ് വന്ന് രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുന്നത്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ സൂര്യവംശി രാജാറാണിയാക്കുന്നു. അവരെ പിന്നെ വികാരി രാജാക്കന്മാരും നമിക്കുന്നു. അപ്പോൾ സ്വർഗത്തിൻ്റെ മഹാരാജാവും മഹാറാണിയുമാകുന്നതിൻ്റെ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. ബാബ ഏതെങ്കിലും കെട്ടിടമോ മറ്റോ നിർമ്മിക്കുന്നതിന് വിലക്കുന്നില്ല. നിർമ്മിച്ചുകൊള്ളൂ. പൈസയും മണ്ണോട് ചേരും. ഇതിനേക്കാൾ എന്തുകൊണ്ട് കെട്ടിടമുണ്ടാക്കി സുഖമായിരുന്നുകൂടാ? പൈസ കാര്യത്തിൽ ഉപയോഗിക്കണം. കെട്ടിടവും നിർമ്മിച്ചുകൊള്ളൂ. കഴിക്കുന്നതിന് വേണ്ടിയും വെച്ചുകൊള്ളൂ. ദാനപുണ്യങ്ങളും ചെയ്യുന്നു. ഏതുപോലെ കാശ്മീരിലെ രാജാവ് തൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നതെല്ലാം ആര്യ സമാജങ്ങൾക്ക് ദാനം ചെയ്തു. തൻ്റെ ധർമ്മത്തിനും ജാതിക്കും വേണ്ടി ചെയ്യാറുണ്ടല്ലോ. ഇവിടെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. എല്ലാവരും കുട്ടികളാണ്. ജാതിയുടെയോ മറ്റോ കാര്യമില്ല. അതാണ് ദേഹത്തിൻ്റെ ജാതിയും മറ്റും. ഞാൻ ആത്മാക്കളായി നിങ്ങളെ പവിത്രമാക്കി വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നു. ഡ്രാമയനുസരിച്ച് ഭാരതവാസികൾ തന്നെയാണ് രാജ്യഭാഗ്യം എടുക്കുന്നത്. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്കറിയാം, നമ്മുടെ മേൽ ബൃഹസ്പതിയുടെ ദശ വന്നിരിക്കുന്നു. ശ്രീമദ് പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, മറ്റൊരു കാര്യവുമില്ല. ഭക്തിമാർഗത്തിൽ വ്യാപാരികൾ എന്തെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി തീർച്ചയായും മാറ്റിവെക്കുന്നു. അതിനുള്ളതും അടുത്ത ജന്മത്തിൽ അല്പകാലത്തേക്ക് വേണ്ടി ലഭിക്കുന്നു. ഇപ്പോൾ ഞാൻ ഡയറക്റ്റായി വന്നിരിക്കുകയാണ്. അതിനാൽ നിങ്ങൾ ഈ കാര്യത്തിൽ വിനിയോഗിക്കൂ. എനിക്ക് യാതൊന്നും ആവശ്യമില്ല. ശിവബാബയ്ക്ക് തനിക്ക് വേണ്ടി ഏതെങ്കിലും കെട്ടിടമോ മറ്റോ നിർമ്മിക്കേണ്ടതുണ്ടോ? ഇതെല്ലാം ബ്രാഹ്മണരായ നിങ്ങളുടേതാണ്. ദരിദ്രരും ധനികരും എല്ലാവരും ഒരുമിച്ച് കഴിയുന്നു. ചിലരൊക്കെ പിണങ്ങുന്നു. ഭഗവാന്റെ അടുക്കൽ പോലും സമദൃഷ്ടിയില്ല എന്ന്. ചിലരെ കൊട്ടാരത്തിലും ചിലരെ കുടിലിലും വെക്കുന്നു. ശിവബാബയെ മറന്നു പോകുന്നു. ശിവബാബയുടെ ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കില്ല.
എല്ലാവരോടും ചോദിക്കേണ്ടതുണ്ടല്ലോ. ഇന്നയാൾ വീട്ടിൽ സുഖമായാണ് കഴിയുന്നത് എന്ന് കാണുമ്പോൾ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അതിനാൽ എല്ലാവരുടെയും സൽക്കാരം ചെയ്യൂ എന്ന് പറയുന്നു. ഏതെങ്കിലും സാധനമില്ലെങ്കിൽ ലഭ്യമാകും. ബാബയ്ക്കാണെങ്കിൽ കുട്ടികളോട് സ്നേഹമുണ്ട്. ഇത്രയും സ്നേഹം മറ്റാർക്കും ഉണ്ടാവുക സാധ്യമല്ല. കുട്ടികൾക്ക് എത്ര മനസ്സിലാക്കിച്ചു തരുന്നു. പുരുഷാർത്ഥം ചെയ്യൂ. മറ്റുള്ളവർക്ക് വേണ്ടിയും യുക്തി രചിക്കൂ. ഇതിനു വേണ്ടത് 3 അടി ഭൂമിയാണ്. അതിൽ പെൺകുട്ടികൾ മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ടിരിക്കട്ടെ. ഏതെങ്കിലും വലിയ വ്യക്തിയുടെ ഹാൾ ഉണ്ടെങ്കിൽ നമ്മൾ കേവലം ചിത്രങ്ങൾ വയ്ക്കുന്നു. 1-2 മണിക്കൂർ രാവിലെയും വൈകുന്നേരവും ക്ലാസ് നടത്തി മടങ്ങിപ്പോകും. ചിലവെല്ലാം നമ്മുടേത്. പേര് നിങ്ങൾക്കുണ്ടാകും. വളരെ പേർ വന്ന് കൗടിയിൽ നിന്നും വജ്രതുല്യമാകും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഉള്ളിൽ ഏതെല്ലാം മുള്ളുകളുണ്ടോ അത് പരിശോധിച്ച് മാറ്റണം. രാമപുരിയിലേക്ക് പോകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. അവിനാശി ജ്ഞാനരത്നങ്ങളുടെ വ്യാപാരം ചെയ്ത് ആരുടെയും മംഗളം ചെയ്യുന്നതിന് സമയം കൊടുക്കണം. സുന്ദരമാകണം, ആക്കുകയും വേണം. വരദാനം: തമോ ഗുണി അന്തരീക്ഷത്തിലും തൻ്റെ സ്ഥിതി ഏകരസവും അചഞ്ചലവും ആടാത്തതുമായി വയ്ക്കുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കട്ടെ. ദിനം പ്രതിദിനം പരിതസ്ഥിതികൾ അതിതമോ പ്രധാനം ആവുക തന്നെ വേണം. വായുമണ്ഡലം ഇനിയും മോശമാകാൻ പോകുന്നു. ഇങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ കമല പുഷ്പ സമാനം വേറിട്ടിരിക്കണം. തൻ്റെ സ്ഥിതി സതോപ്രധാനം ആക്കണം. ഇതിനു വേണ്ടി ഇത്രയും ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ആവശ്യകത ഉണ്ട്. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ് എന്ന വരദാനം എപ്പോഴാണോ സ്മൃതിയിൽ ഉണ്ടായിരിക്കുന്നത്, അപ്പോൾ പ്രകൃതിയിലൂടെയോ ലൗകിക സംബന്ധത്തിലൂടെയോ ദൈവിക പരിവാരത്തിലൂടെയോ ഏതൊരു പരീക്ഷ വന്നാലും അതിൽ സദാ ഏകരസവും അചഞ്ചലവും ആടാത്തതും ആയിരിക്കും. സ്ലോഗൻ: വരദാതാവായ ബാബയെ തൻ്റെ സത്യമായ കൂട്ടുകാരനാക്കൂ. അപ്പോൾ വരദാനങ്ങളാൽ സഞ്ചി നിറഞ്ഞിരിക്കും. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമാകൂ. ഈ പരമാത്മാ ജ്ഞാനത്തിലൂടെ തന്നെയാണ് വിശ്വത്തിൽ ഏകധർമ്മവും ഏകരാജ്യവും ഏകമതവും സ്ഥാപിക്കപ്പെടുന്നത്. താങ്കളുടെ ഈ ബ്രാഹ്മണ സംഘടനയുടെ ഏകമതത്തിൻ്റെ വിശേഷതയാണ് ദേവതാ രൂപത്തിൽ പ്രാക്ടിക്കലിൽ നടക്കുന്നത്. ഈ വിശേഷത അത്ഭുതം ചെയ്യും. ഇതിലൂടെ പേര് പ്രസിദ്ധമാകും, പ്രത്യക്ഷത ഉണ്ടാകും. അപ്പോൾ ഈ വിശേഷതയിൽ നമ്പർ 1 ആകൂ. ഇതിനു വേണ്ടി തൻ്റെ മൂല സംസ്കാരമേതാണോ അതിനെ ഇല്ലാതാക്കി ബാബ്ദാദയുടെ സംസ്കാരങ്ങളെ കോപ്പി ചെയ്ത് സമാനവും സമ്പൂർണവും ആകൂ. അപ്പോൾ ഓരോരുത്തരിലൂടെയും ബാബ കാണപ്പെടും, പ്രത്യക്ഷതയും ഉണ്ടാകും. ഓം ശാന്തി. ശാന്തസ്വരൂപമായ എൻ്റെ തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സിനെ സ്ഥിതി ചെയ്യിക്കുമ്പോൾ ശാന്തി എൻ്റെ നൈസർഗിക ഗുണമായി ഞാൻ അനുഭവിക്കുന്നു.
സൂക്ഷ്മ പ്രകാശബിന്ദുവായ ശാന്തസ്വരൂപ ആത്മാവിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ ഒഴുകുന്നു. എനിക്ക് ചുറ്റും പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. ഈ സ്ഥിതിയിൽ ശാന്തിയുടെ അനുഭവത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് അനന്ത വിശാലമായ എൻ്റെ നിജധാമത്തിലേക്ക്, ആത്മഗ്രഹത്തിലേക്ക് പോകുന്നു. ശാന്തിധാമമാകുന്ന ആത്മഗ്രഹത്തിലേക്ക് ഞാൻ സങ്കൽപ്പശക്തിയിലൂടെ എത്തിച്ചേരുന്നു. സമ്പൂർണ്ണ ശാന്തത നിറഞ്ഞ ദിവ്യപ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഈ ശാന്തിധാമത്തിൽ ഗഹനമായ ശാന്തിയുടെ അനുഭവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പരിധികളില്ലാത്ത ഈ ശാന്തിദേശത്തിൽ ശാന്തിയുടെ അനന്ത സ്രോതസ്സായ ശിവപരമാത്മാവിലേക്ക് എൻ്റെ മനസ്സും ബുദ്ധിയും ആകർഷിക്കപ്പെടുന്നു. മനോബുദ്ധികളുടെ നേത്രത്താൽ ശാന്തി സാഗരമായ ശിവപിതാവിനെ കണ്ടുകൊണ്ട് ശിവസാഗരത്തിൻ്റെ സമീപം ഇരിക്കുമ്പോൾ നിസ്സീമമായ ഈശ്വരീയ ശാന്തി എന്നെ ആവരണം ചെയ്യുന്നു. ശാന്തി സാഗരത്തിൽ നിന്നും വരുന്ന ശാന്തിയുടെ പ്രകാശവീചികൾ എന്നിൽ പതിക്കുമ്പോൾ ഈശ്വരീയ ശാന്തിയുടെ ആഴങ്ങൾ ഞാൻ അറിയുന്നു. അതുല്യമായ ഈ ശാന്തിയുടെ അനുഭവത്തിൽ മഗ്നമാകുമ്പോൾ എൻ്റെ യഥാർത്ഥ ഗുണം, എൻ്റെ നിജസ്വരൂപം ഞാൻ തിരിച്ചറിയുന്നു. മാനസിക
സന്തുലനത്തിൻ്റെ പരിപൂർണ അവസ്ഥ ഉൾക്കൊള്ളുന്ന ഈ ഗഹന ശാന്തിയുടെ അനുഭൂതിയിൽ ഞാൻ ലയിച്ചിരിക്കുന്നു. ശാന്തി സാഗരമായ ശിവപിതാവിൻ്റെ മധുര സ്മൃതി ഉൾക്കൊള്ളുന്ന ഈ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് മുഴുവൻ വിശ്വത്തിലേക്കും ഈശ്വരീയ ശാന്തിയുടെ ഉജ്ജ്വല കിരണങ്ങൾ ഞാൻ വ്യാപിപ്പിക്കുന്നു. ശാന്തിയുടെ ഈ ദിവ്യ പ്രകാശബീജികൾ വിശ്വത്തിലെ ആത്മാക്കളിൽ പതിക്കുമ്പോൾ അവരിലും ഈശ്വരീയ ശാന്തി നിറഞ്ഞു കവിയുന്നു. ഈശ്വരീയ ശാന്തിയുടെ പ്രവാഹം പ്രകൃതിയിലെ പഞ്ചതത്വങ്ങളിലും ഈശ്വരീയ ശാന്തി നിറയ്ക്കുന്നു. ശാന്തി നിർഭരമായ ഈ സ്വരൂപം നിലനിർത്തി പുരിക മധ്യത്തിലെ അകാല സിംഹാസനത്തിൽ ശാന്തിയുടെ തരംഗങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈശ്വരീയ ശാന്തിയുടെ തരംഗങ്ങൾ സർവ ജീവജാലങ്ങൾക്കും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ. ഓം ശാന്തി.